നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താവേള ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമച്ചത് ചെയ്യാൻ പാടില്ലാത്തതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ചാനൽ ജീവനക്കാരിയുടെ കുട്ടിയെ ഉപയോഗിച്ചു. ഇത് പറയാൻ പലർക്കും മടിയാണെന്ന് വിമർശനം. പ്രതിഷേധം പറയുമ്പോൾ എന്തിനാണ് പ്രതിഷേധിച്ചതെന്ന് പറയണമെന്നും MV ഗോവിന്ദൻ. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിൽ നിന്നുള്ള പുകയിൽ ശ്വാസം മുട്ടി കൊച്ചി നഗരം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം. തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. സ്ഥിതി വിലയിരുത്താൻ മന്ത്രിതല യോഗം. ആരോഗ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും യോഗത്തിൽ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പരാതി. മർദ്ദനം CT സ്കാൻ റിപ്പോർട്ട് ലഭിക്കാൻ വൈകിയെന്നാരോപിച്ച് ആശുപത്രി കൗണ്ടറിന്റെ ചില്ലും ചെടിച്ചട്ടികളും രോഗിയുടെ കൂട്ടിരിപ്പുകാർ തകർത്തു. കേസെടുത്ത് നടക്കാവ് പോലീസ്. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് വീണ്ടും കനക്കുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ സാബു തോമസിന് മലയാളം സർവകലാശാല VC അധിക ചുമതല. ഗവർണറുടെ ഉത്തരവ് സർക്കാർ നിർദ്ദേശിച്ച പാനൽ തള്ളി. എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ് മറിഞ്ഞ അപകടം. 10ഓളം യാത്രക്കാർക്കും ഡ്രൈവർക്കും പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം മൂന്നാർ റൂട്ടിലോടുന്ന ബസ്. വനിതാ പ്രീമിയർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് കൂറ്റൻ ജയം. ഗുജറാത്ത് ജെയിൻസിനെ തകർത്തത് 143 റൺസിന്. ഇന്ന് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും UP വാരിയേഴ്സ് ഗുജറാത്ത് ജെയിൻസിനെയും നേരിടും.